ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പെൽച്ചക്കത്തൊരു വീഡിയോ ആണ് കേട്ടോ. സമയം 4:15 ആയിക്കണു. അപ്പോൾ ഞാൻ ചോറൊക്കെ ഓൾറെഡി വെച്ചിരിക്കണു. അപ്പോൾ അതിലേക്കുള്ള കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കുമ്പളത്തിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ നാട്ടിൽ മലപ്പുറം ആ ഭാഗത്തൊക്കെ പിന്നെ കുമ്പളത്തിൻ്റെ ഇല, മത്തൻ്റെ ഇല, മുരിങ്ങയുടെ ഇലയൊക്കെ താളിപ്പ്, അതാണ് പെൽച്ചക്ക് അധികം ഉണ്ടാകുക. അത് ഒരു ഉണക്കമീനോ അങ്ങനെ മീൻ വറുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. അല്ലെങ്കിലും ഞങ്ങൾ പൊതുവേ സാധാരണ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇത് കുമ്പളത്തിൻ്റെ ഇലയാണ്. അപ്പോൾ അതൊന്ന് എടുത്തുകൊണ്ട് വന്നത് ഇതുപോലെ ഇല മാത്രം എടുത്തിട്ട് ഇതിൻ്റെ തണ്ട് കളയണം കേട്ടോ. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, ഇതെല്ലാം മൂത്തൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിന് നമുക്ക് കഞ്ഞിവെള്ളം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിക്കുക. അപ്പോൾ ഞാനത് ഒഴിച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേനും ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കഞ്ഞിവെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ കുമ്പളത്തിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മത്തൻ്റെ ഇല പോലെ, ചീരൻ്റെ ഇല പോലെയും മുരിങ്ങയുടെ ഇല പോലെ ഒന്നല്ല. കുമ്പളത്തിൻ്റെ ഇലക്ക് വേവ് കുറവാണ്. ഒന്ന് തിളച്ചാൽ ഓഫ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുറേ നേരം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പ് വരും. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്, നമ്മളത് ഓഫ് ചെയ്യാണ്. ഒരുപാട് തിളപ്പിക്കരുത്, ഞാൻ വീണ്ടും പറയണേ, കയ്പ്പ് ഇറങ്ങും കേട്ടോ. കുമ്പളത്തിൻ്റെ ഇലക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ പെട്ടെന്ന് വെന്ത് വരുന്നൊരു സാധനമാണ് കുമ്പളത്തിൻ്റെ ഇല. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞപ്പം നല്ലോണം തിളച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അത് ഓഫ് ചെയ്തു. പിന്നെ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഒരാളും കൂടി നോമ്പ് നോൽക്കാനുണ്ട്. എൻ്റെ മോള് ടസിയ മോളെ ഫസ്റ്റ് നോമ്പാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് നോമ്പെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ അവളെ വിളിച്ചു. അങ്ങനെ അതേ അവളും ഫുഡ് കഴിക്കാൻ എൻ്റെ ഒപ്പം ഇരുന്നിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. ഏതായാലും നോമ്പ് പിടിപ്പിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റൂലെങ്കിൽ ഉച്ചവരെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവും നോക്കട്ടെ. അപ്പോൾ അതേ നല്ല ചൂടുണ്ട് കേട്ടോ. കറിക്ക് ഇപ്പോൾ വെച്ചതല്ലേ. അപ്പം കുമ്പളത്തിൻ്റെ ഇലയും പിന്നെ നമ്മളെ ചിക്കൻ വറുത്തതാണ് കേട്ടോ. അത് ചിക്കൻ വറുത്തതാണ്. പിന്നെ കുറച്ച് മാങ്ങച്ചാറ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. എന്താവും അവളെ നോമ്പെന്നൊന്നും അറിയില്ല. ഭയങ്കര ഉഷാറാണ് നോമ്പെടുക്കാനൊക്കെ. അപ്പോൾ അതേ കറി ചൂടുള്ളതുകൊണ്ട് തന്നെ അവൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കറി ഒഴിച്ചിട്ട്. പിന്നെ ഇത്രയല്ലേ ഉള്ളൂ കറി. ഇതൊന്നും അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ളതൊന്നുമല്ല. എന്നാലും ഈ സമയത്ത് ഇതൊക്കെ കഴിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഞങ്ങൾ അതൊക്കെ കഴിച്ചു കേട്ടോ. ഞാനും അവളും ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ കുറച്ച് ചായ കുടിക്കും. ഒരു ഗ്ലാസ് ചായയും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിക്കും. ഞാൻ അവളോട് പറയുന്നു കുറച്ച് വെള്ളം കുടിക്കുക, കുറച്ച് ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരാൾ എഴുന്നേറ്റ് വന്നിക്കണു. പിന്നെ ബാങ്ക് കൊടുത്ത് അത് കഴിഞ്ഞ് നമസ്കരിക്കാൻ നിന്നപ്പോഴാണ് ഒരാൾ വരുന്നത്. അപ്പോൾ ഞാനും ഉണ്ട് വെച്ച് നിസ്കരിക്കാനെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ നിസ്കരിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ അതേ പിന്നെ ഞങ്ങൾ മൂന്നാളും നിസ്കരിക്കാനൊക്കെ നിന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.